പാചകവാതക പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിലാണ്. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. വിറകടുപ്പിൽ അവർ എത്ര നാൾ പാചകം ചെയ്യുമെന്നുള്ളത് ഹോട്ടൽ ഉടമകളെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ LPG സിലിണ്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് വിറകടുപ്പിൽ ഇനി എത്ര നാൾ പാചകം തുടരാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചില ഹോട്ടൽ ഉടമകളുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. LPG ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 ഷെഫുള്ളിടത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഷെഫിനെ മാത്രമേ നിർത്തുന്നുള്ളൂ. പിന്നെ അവർ ഡിസൈഡ് ചെയ്ത് ചിലപ്പോൾ അവൻ ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് ആരെങ്കിലും ഒരാൾ മാറി മാറി നിൽക്കുന്നതാണ്. പിന്നെ പൊറോട്ടക്കാരനാണെങ്കിലും ഒരു ഹാഫ് ഡ്യൂട്ടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഫുൾ ഡ്യൂട്ടി ആയിട്ടില്ല. ഇപ്പോൾ രാവിലെ വരും കുറച്ചും പൊറോട്ട അടിച്ച് വെക്കും, പിന്നെ വൈകിട്ട് വന്നിട്ട് ഒരു സ്റ്റെപ്പ് അടിച്ച് വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ലൈവ് കല്ലൊന്നും ഓണാക്കി ഇടാൻ പറ്റത്തില്ല. പിന്നെ ബിരിയാണിയിൽ നമുക്ക് വേറെ പുറത്ത് നമ്മളെ മെയിൻ കിച്ചണുണ്ട്, അപ്പോൾ അവിടെ ആയിട്ട് വിറകിലായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ മുമ്പാണ് ഇവിടെ ഗ്യാസിലാണ് വെക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്കാണെങ്കിൽ ഡെയിലി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഗ്യാസിനെ സംബന്ധിച്ച് ഇവർ 2-3 ജീവനക്കാരുണ്ട്, ഹിന്ദിക്കാർ. നമുക്ക് അവരെ വിടാതിരിക്കാൻ വേണ്ടിയും അവരെ പിടിച്ച് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഗ്യാസില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കട അടയ്ക്കേണ്ട സാഹചര്യമാണ്. നാളെയും കൂടെ നോക്കാം എന്നുള്ളതിൽ അവർ എത്ര ദിവസം ഈ രീതിയിൽ പോകുമെന്ന് അറിയില്ല. അവരെല്ലാം ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അടുപ്പിൽ എത്ര ദിവസം അവർ വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ അവരെ നിലനിർത്താൻ വേണ്ടി നമ്മളിത് പിടിച്ചു കെട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അവരെ എത്രത്തോളം നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കും. അവർക്ക് ഇത് സൂട്ടാവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ നോക്കും. 2-3 ജീവനക്കാരുണ്ട്, അന്യ സംസ്ഥാനികൾ. അവർ ഇത്രയും ദിവസം നമ്മളെ കൂടെ ജോലി ചെയ്തതിൽ അവർ അഡ്ജസ്റ്റ് ആണ്. ഇനി എന്താവും നമുക്കറിയാൻ പാടില്ല. 2 ദിവസം കൂടെ പോകുമായിരിക്കും. ഇപ്പം തന്നെ അവർ ഞെരിങ്ങിയും പിരിങ്ങിയൊക്കെയാണ് നിൽക്കണത്, നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ 2 ദിവസം കൂടെ പോകുമായിരിക്കും. ഏത് സമയത്തും അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ കുറേ വിറകടുപ്പിൽ ചെയ്യുന്നുണ്ട്. വിറകടുപ്പിൽ കുറേ ദിവസം അവർ ചെയ്യൂല, എന്തായാലും ബുദ്ധിമുട്ടല്ലേ. ഭയങ്കര പുകയും ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് ജോലി എന്നും ഒരു ദിവസം ചെയ്യും, എല്ലാ ദിവസവും അത് കണ്ടിന്യൂ വിറകടുപ്പ് കൊണ്ടുപോകാനും പാടാം. ഇപ്പോൾ അവർ ഉണ്ട്, ഏത് സമയത്ത് അടച്ചാൽ അപ്പോൾ അവർ പോകും. അടക്കാതെ അവർക്ക് വേണ്ടി കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. हम लोग को काम करने के लिए बहुत मुश्किल है. अभी जो खाना बना रहा है वो लकड़ी में, नहीं तो कोई आदमी कोयला में बना रहा है. गैस तो होटल को नहीं मिल रहा है. अभी हम लोग बहुत दूर से आया है, काम करने के लिए बहुत मुश्किल हो रहा है. इधर होटल चलाने में भी बहुत मुश्किल है, गैस तो अभी नहीं मिल रहा है. और एक बात है, हम लोग बहुत धूप में गर्मी में काम कर रहे हो, जो लकड़ी जला रहे हो वो आँख पूरा जल रहा है. और एक हम लोग कैसा चलाएगा, कैसा काम करेगा मालूम नहीं है. होटल भी चलाने के लिए बहुत मुश्किल है. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.